വരുന്ന ജൂൺ 15 മുതൽ കേരളത്തിലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്ന സ്ത്രീ യാത്രികർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു തീരുമാനം. എന്നാൽ പറയുന്ന പോലെ അത്ര എളുപ്പമാണോ കാര്യങ്ങൾ? കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുവെന്ന് പുതിയ സർക്കാർ പറയുന്ന നമ്മുടെ സംസ്ഥാന ഖജനാവിനും നിലവിൽ തന്നെ നഷ്ടത്തിലോടുന്ന KSRTCക്കും ഈ പുതിയ തീരുമാനം താങ്ങാനാകുമോ? അതോ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ ഈ പ്രഖ്യാപനം തള്ളിവിടുമോ? തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ UDF ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ പ്രഖ്യാപനമെത്തി. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നടപ്പിലാക്കും. വമ്പൻ പ്രഖ്യാപനം എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണെന്നും ധവളപത്രം ഇറക്കുമെന്നുമൊക്കെ ആവർത്തിച്ച് അധികാരത്തിലെത്തിയ സർക്കാർ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതൊരു ആശ്ചര്യവും ആശങ്കയും കൂടിയാണ്. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകവും വിജയകരമായി നടപ്പിലാക്കിയ ഈ പദ്ധതി കേരളത്തിലെത്തുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങൾ എങ്ങനെയാകുമെന്ന് കണ്ടറിയണം. കർണാടകയിൽ ശക്തി സ്കീം വഴിയും തമിഴ്നാട്ടിൽ വിടിയൽ പയനം സ്കീം വഴിയും സ്ത്രീകൾ വൻതോതിൽ ബസ്സുകളിലെ സൗജന്യ യാത്ര ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം കർണാടകയും തമിഴ്നാടുമല്ല കേരളം എന്നതാണ്. അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ സ്ഥിതിയും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കേന്ദ്ര ഫണ്ട് ലഭിക്കാതെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേതെന്നും മറക്കരുത്. എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് ഇനി സൗജന്യമായി യാത്ര ചെയ്യാമെന്ന് കരുതരുത്. പ്രായോഗികമായി അത് അസാധ്യമാണ്. തുടക്കത്തിൽ ഓർഡിനറി ബസ്സുകളിലും സിറ്റി സർവീസുകളിലും മാത്രമായിരിക്കും പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കുക. ദീർഘദൂര സർവീസുകളായ ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, മിന്നൽ, AC പ്രീമിയം ബസ്സുകളിൽ ആനുകൂല്യം നൽകാൻ KSRTCക്ക് കഴിയില്ല. അഥവാ അങ്ങനെ ചെയ്താൽ KSRTCയുടെ പൂർണ്ണ തകർച്ചയ്ക്കായിരിക്കും അത് വഴിയൊരുക്കുന്നത്. സൗജന്യ യാത്രയാണെന്ന് കരുതി ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ല. സ്ത്രീകൾ ബസ്സിൽ കയറുമ്പോൾ കണ്ടക്ടർമാർ ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീൻ വഴി 0 ചാർജ് ടിക്കറ്റുകൾ പ്രിന്റ് ചെയ്ത് നൽകും. ഇതിനായി ETMകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിരുന്നു. യാത്രക്കാരൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് കൃത്യമായി രേഖപ്പെടുത്തി ഇതുവഴി എത്ര സ്ത്രീകൾ യാത്ര ചെയ്തു എന്ന് കൃത്യമായ കണക്ക് സർക്കാരിന് നൽകി ആ കണക്ക് വെച്ച് KSRTC സർക്കാരിൽ നിന്ന് സബ്സിഡി തുക വാങ്ങും. കേരളത്തിലുള്ളവരെന്ന് ഉറപ്പുവരുത്താൻ യാത്രക്കാർ തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതേണ്ടി വരും. സ്ത്രീകൾക്ക് പ്രത്യേക യാത്രാ കാർഡുകളോ പാസുകളോ മറ്റോ അവതരിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തീരുമാനം വലിയൊരു തലവേദന തന്നെയാണ്. ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും പാടുപെടുന്ന KSRTCക്ക് ഈ പ്രഖ്യാപനം കോടികളുടെ അധിക ബാധ്യതയുണ്ടാക്കിയേക്കും. മറ്റൊരു പ്രതിസന്ധി 15 വർഷത്തിലധികം പഴക്കമുള്ള 1000-ലധികം ബസ്സുകൾ കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പേജ് നയത്തിന്റെ ഭാഗമായി ആക്രി വിലയ്ക്ക് പൊളിച്ചു നീക്കേണ്ട അവസ്ഥയിലാണ്. നിലവിലുള്ള ബസ്സുകളുടെ എണ്ണം കുറയുകയും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്താൽ KSRTC ഇത് മാനേജ് ചെയ്യാനും പെടാപ്പാടുപെടുമെന്നതിൽ സംശയമില്ല. ഇതിനേക്കാൾ എല്ലാം വലിയ പ്രതിസന്ധി വരാൻ പോകുന്നത് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖലയിലാണ്. സ്ത്രീകൾ കൂട്ടത്തോടെ KSRTC ബസ്സുകളിലേക്ക് മാറിയാൽ സ്വകാര്യ ബസ്സുകളുടെ നിത്യവരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകും. ഇത് സ്വകാര്യ ബസ്സുകൾ കൂട്ടത്തോടെ സർവീസ് നിർത്തലാക്കുന്നതിലേക്ക് നയിച്ചേക്കാം. അത് വലിയ തൊഴിൽ പ്രതിസന്ധിക്കും ബസ് ഉടമകളുടെ സമരങ്ങൾക്കും കാരണമാകും. ഇതിനകം തന്നെ പ്രഖ്യാപനത്തിലെ പ്രതിഷേധം സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള സർക്കാരിന്റെ ഈ പദ്ധതി സാധാരണക്കാരായ സ്ത്രീകളെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ KSRTCയെ കൂടുതൽ കടക്കെണിയിലാക്കാതെയും പ്രൈവറ്റ് ബസ് മേഖലയെ തകർക്കാതെയും ഇതെങ്ങനെ സർക്കാർ പ്രായോഗികമാക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.